ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഈ വീഡിയോ ഇന്ന് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എക്സാം എഴുതുമ്പോൾ അല്ലെങ്കിൽ എക്സാം എഴുതാൻ പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ഇനി നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മതി. പുതിയ കുറേ ടോപ്പിക്സ് ഇനിയും പഠിക്കാൻ നിൽക്കണ്ട. ഇന്ന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നിനി എക്സാം എഴുതാൻ പോവാണ്. ഇനി നമ്മൾ കുറേ പഠിക്കണോ? അതിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ കുറേ. അതൊന്ന് കൃത്യമായിട്ട് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് നമുക്കത് സൂപ്പർബായിട്ട് എഴുതാൻ പറ്റും, അല്ലേ? ഇനി ചെയ്യേണ്ട കാര്യം, പഠിച്ചത് നിങ്ങൾ നന്നായിട്ട് റിവൈസ് ചെയ്യുക, തറവായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, യെസ്. ഇനി എല്ലാ കുട്ടികളോടും പറയാനുള്ള ഒരു കാര്യം, എസ്പെഷ്യലി ഞാൻ പേഴ്സണലി ട്യൂഷൻസ് എടുക്കുന്ന എൻ്റെ സ്വന്തം കുട്ടികളോട് എടുത്തു പറയാനുള്ള കാര്യം ഇതാണ്: നിങ്ങൾ എഴുതിയത് വെട്ടി നിങ്ങളുടെ കൂട്ടുകാരുടെ നോക്കി തെറ്റുത്തരം എഴുതി വയ്ക്കരുത്, പ്ലീസ്. ഇത് ഞാൻ എത്ര പറഞ്ഞു വിട്ടാലും എൻ്റെ കുട്ടികൾ കൃത്യമായിട്ട് ഇത് പിന്നെയും ചെയ്യാറുണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പഠിച്ചു കൊണ്ട് പോയിട്ട് എഴുതുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഒരു ഉത്തരം അറിയാം, അതായിരിക്കും കറക്റ്റ് ഉത്തരം. അത് നിങ്ങളുടെ ഫ്രണ്ട്സിന് എഴുതിയേക്കുന്നത് നോക്കി, അവൻ പഠിപ്പിച്ചിട്ട് അവൻ ക്ലാസ്സിലെ ടോപ്പറാണ്, അവൻ എഴുതിയതായിരിക്കും ശരി, അവൻ്റെ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ തെറ്റുകളും ഇല്ലാത്ത പെർഫെക്റ്റ് ആൻസർ ഷീറ്റാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ നമ്മൾ ഈ അവരുടെ നോക്കി തെറ്റ് പിന്നെയും കോപ്പി ചെയ്ത് നമ്മുടെ തെറ്റിക്കണേ? നമ്മളൊരു ആവറേജ് ലെവലേ ഉള്ളൂ, മതി. പക്ഷെ നമ്മൾ പഠിച്ചത് നമ്മൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. കൂട്ടുകാരൻ്റെ അല്ലെങ്കിൽ കൂട്ടുകാരിയുടെ അടുത്തിരിക്കണവൻ പഠിപ്പിച്ചിട്ടാണെന്നുള്ളൊരു വിചാരം നമുക്കുണ്ട്. കുഴപ്പമില്ല, നിങ്ങൾ അയാളുടെ നോക്കി എഴുതി നിങ്ങളുടെ തെറ്റിക്കരുത്, പ്ലീസ്. എസ്പെഷ്യലി വൺ വേർഡ്സ്. എൻ്റെ കുട്ടികൾ എന്തായാലും ചെയ്യും, എനിക്കതറിയാം. പക്ഷേ ഈ വീഡിയോ ഓർത്തിട്ടായാലും ഞാനിപ്പോൾ പറഞ്ഞ് കേട്ടിട്ടായാലും നിങ്ങൾ അത് ചെയ്യല്ലേ. ഞാൻ എപ്പോഴും പറഞ്ഞു വിടാറുണ്ട്, അതിനനുസരിച്ച് അവർ തെറ്റിച്ചിട്ട് ഇവിടെ വന്നിട്ട് ചേച്ചി ഞങ്ങൾ അവർ പറഞ്ഞത് അവൻ്റെ നോക്കി എഴുതി പിന്നെ തെറ്റിച്ചു എന്ന് പറയാറുണ്ട്. ഓക്കെ, നിങ്ങളത് ചെയ്യരുത് കേട്ടോ. ഓക്കെ, ഇനി ഞാൻ പറയാം. ആൻസേഴ്സൊക്കെ എഴുതി കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ഡബിൾ ലൈൻ വരയ്ക്കണം. പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ അതറിയാലോ, ഡബിൾ ലൈൻസ് വരയ്ക്കണം, മറക്കരുത്. പ്രോബ്ലം ചെയ്യുമ്പോഴില്ലേ സമാധാനമായിട്ട് ചെയ്യാം. ഓക്കെ, അതായത് ഈ കാൽക്കുലേഷൻസൊക്കെ 1-2 തവണയൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എനിക്കറിയാം 1+1 2 ആണെങ്കിൽ നമ്മൾ ആ ഒരു എക്സാം ആണെന്നുള്ള സീരിയസ്നെസ്സിൽ 1-2 തവണ അതും ചെയ്ത് വെക്കുന്നവരാണ് നമ്മൾ. എന്നാലും അല്ലേ, നമ്മൾ ചെറിയ കണക്ക് നമ്മൾ ഒന്നുകൂടെ കാൽക്കുലേറ്ററിൽ ചെയ്ത് ഉറപ്പ് വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചെയ്യുകയാണെന്നാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ തെറ്റാതെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ എല്ലാം അറ്റൻഡ് ചെയ്യണം, ഒന്നും വിട്ട് കളയരുത്. എന്ന് പറഞ്ഞാൽ ആൻസർ ഇനി 8 എന്ന് പറയുകയാണെങ്കിൽ ആ 8ഉം ആൻസർ ചെയ്തിരിക്കണം. ആൻസർ ഇനി 4 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും 4 നിങ്ങൾ തീർച്ചയായും അറ്റൻഡ് ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ അവർ പറഞ്ഞേക്കുന്ന നമ്പർ ഓഫ് ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ എന്തായാലും എഴുതിയിരിക്കണം. ഓക്കെ, പിന്നെന്താണ്, നിങ്ങൾക്ക് അറിയില്ല ഇതിനെപ്പറ്റി, പക്ഷെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്തെങ്കിലും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എഴുതാൻ പറ്റുകയാണെങ്കിൽ അത് എഴുതണം. പ്രോബ്ലംസൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ല എന്നാണെങ്കിൽ ആ ഫോർമാറ്റെങ്കിലും നന്നായിട്ട് ഭംഗിയിൽ വരച്ച് വയ്ക്കുക. ഓക്കെ, പിന്നെ നോക്കേണ്ടത് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫൈനൽ ആൻസർ ബാലൻസ് സി ഡിയും അടുത്ത ദിവസത്തേക്ക് മാറ്റി എഴുതുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ബാലൻസ് ബി ഡിയും എന്നാണ് എഴുതേണ്ടത്. അത് ഓർക്കാൻ വേണ്ടി ജസ്റ്റ് പറഞ്ഞു എന്നുള്ളത് നിങ്ങൾക്കത് അറിയാം. ഇനി നെക്സ്റ്റ് വൺ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ടാലി ആയാലും ടാലി ആയില്ലെങ്കിലും അത് തന്നെ നോക്കിയിരുന്ന് ആ ടൈം ഫുൾ വേസ്റ്റ് ആക്കരുത്. ടാലി ആവട്ടെ ആവാതിരിക്കട്ടെ, ഇതൊക്കെ കോമൺ ആണ്. ടാലി ആവാത്തവർക്കും A+ കിട്ടാറുണ്ട്, ടാലി ആയവർക്കും A+ കിട്ടാറുണ്ട്. നിങ്ങളത് പേടിക്കണ്ട. എൻ്റെ ടാലി അല്ലെങ്കിൽ എൻ്റെ A+ പോകുമെന്നും കരുതി എൻ്റെ ഫുൾ സമയം മൊത്തം കളഞ്ഞ് ടെൻഷൻ അടിച്ച് എഴുതാൻ ഞാൻ പറയില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ടാലി ആയില്ലെങ്കിലും അത് നോക്കി സമയം കളയാണ്ടിരിക്കുക. ഓക്കെ, ഒരു 25 മിനിറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ 8 മാർക്കിൻ്റെയൊക്കെ പ്രോബ്ലം ചെയ്യാം. അത് ടാലി ആയില്ലെങ്കിൽ അതിനൊരു 2 മണിക്കൂർ അവിടെ തന്നെ കൊടുക്കാം എന്ന് വിചാരിച്ച് സമയം കളഞ്ഞേക്കരുത്. ആരും എക്സാം കഴിഞ്ഞ് വന്നിട്ട് ഈ വീഡിയോൻ്റെ താഴെ ടീച്ചർ പറഞ്ഞത് ഞാൻ കേട്ടു, പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ടാലി നോക്കി ടൈം കളഞ്ഞു എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? അതുകൊണ്ട് ടാലി ആയാലും ശരി ടാലി ആയില്ലെങ്കിലും ശരി നിങ്ങൾ അതിന് കൊടുക്കേണ്ട ടൈം കൊടുത്താൽ മതി.
ഓക്കെ, അതിൻ്റെ അപ്പുറത്തേക്ക് 1-2 മിനിറ്റ്സ് പോലും കൊടുത്ത് നിങ്ങളുടെ മൊത്തം ടൈം മാനേജ്മെൻറ്റ് തെറ്റിക്കാതിരിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ പേടിക്കേണ്ടത് ധൈര്യമായിട്ട് പോയി എഴുതുക. ഓക്കെ, ഇതിനേക്കാളും നമ്മൾ വലിയ എക്സാംസൊക്കെ ഫേസ് ചെയ്ത ആളുകളാണ്, ലൈഫിലാണെങ്കിലും അക്കാഡമിക്കലി ആണെങ്കിലും. ഓക്കെ, സോ ഒരു ചെറിയൊരു എക്സാമിന് വേണ്ടി നിങ്ങൾ വറീഡ് ആവാണ്ട്, ടെൻസ്ഡ് ആവാതെ സമാധാനമായിട്ട് അല്ലേ, കൂളായിട്ട് എന്തായാലും നിങ്ങളത് എഴുതണം. അപ്പോൾ പിന്നെ കൂളായിട്ട് നിങ്ങൾ പഠിച്ചതും നിങ്ങൾ ഓർത്തതും ആയിരിക്കും അവിടെ എഴുതാനും പോണത്. അപ്പം നിങ്ങൾ ടെൻസ്ഡ് ആവാണ്ട് ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ കൂളായിട്ട് പോവാം. പിന്നെ അവിടെ ചെല്ലുമ്പോൾ, സ്കൂളിൽ ചെല്ലുമ്പോൾ ഇപ്പം നിങ്ങളുടെ കൂട്ടുകാർ വേറെ പ്രോബ്ലം എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ കാണാത്ത പ്രോബ്ലം അവിടെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയൊക്കെ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ഇതുവരെ കേൾക്കാത്ത പ്രോബ്ലം. പക്ഷെ നിങ്ങളപ്പോൾ അത് ചെന്നിരുന്ന് ആ സമയത്ത് അവിടെ നിന്ന് അത് പഠിച്ച് ടെൻഷൻ അടിച്ച് അത് വേണ്ട. നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് മതി. അവർ പഠിച്ചേക്കണത് അവരുടെ കയ്യിലിരുന്നോട്ടെ, നിങ്ങൾ പഠിച്ചേണ്ടത് നിങ്ങളുടെ കയ്യിലിരുന്നോട്ടെ. അവിടെ ചെന്ന് അതും കൂടെ പഠിച്ച് ഇതും തെറ്റിച്ച്, ഒന്നാമത് നമ്മുടെ യൂട്യൂബ്സിൽ നിന്ന് കുറേ ഉണ്ട്, യൂട്യൂബ് ചാനൽസിൽ നിന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. ടീച്ചർ സ്കൂളിൽ പഠിപ്പിച്ചാണ് കുറേ ഉണ്ട്, ട്യൂഷൻ ടീച്ചർ പഠിപ്പിച്ചാണ് വേറെ കുറേ ഉണ്ട്, നിങ്ങൾ തന്നെ ഇരുന്ന് പഠിച്ചാണ് വേറെ കുറേ ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് ഇപ്പം തന്നെ നമ്മൾ പോണത്. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർ പഠിക്കണതും കൂടെ കൃത്യമായിട്ട് ഫുൾ പഠിച്ചിട്ടേ ഞാൻ കയറുള്ളൂ, അങ്ങനെ വേണ്ട. നിങ്ങൾ പഠിച്ചു വെക്കുന്നത് കോൺഫിഡൻ്റ് ആയിട്ട്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കുട്ടികളായിരിക്കുമല്ലോ, പ്രാർത്ഥിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കുക. അതായത് എക്സാമിൽ ഹാളിൽ കയറുന്നതിന് മുമ്പും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിയുമ്പോഴൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക. ഓക്കെ, പിന്നെ നിങ്ങൾ നല്ല ചൂട് ടൈമാണ്, നിങ്ങൾ എന്തായാലും വാട്ടർ ബോട്ടിൽ കൊണ്ടുപോവുക. ഓക്കെ, വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അതിൽ വേറെ മറ്റേ എന്താ പേപ്പറൊന്നും ഇല്ലാത്തത് എന്ന് വെച്ചാൽ പരസ്യം ഉണ്ടാവില്ലേ, സ്പ്രൈറ്റ് എന്നൊക്കെ എഴുതിയേക്കുന്നതല്ലാത്ത ഒരു പ്ലെയിൻ വാട്ടർ ബോട്ടിൽ, വൈറ്റ് കളറാണെങ്കിൽ വൈറ്റ് കളർ വാട്ടർ ബോട്ടിൽ, എന്ന് വെച്ചാൽ കളർലെസ് ആ ഒരു ഇതുള്ള വാട്ടർ ബോട്ടിലാണെങ്കിൽ നല്ലത്, അത് കൊണ്ടുപോകാം. വാച്ച് കെട്ടണം, കാൽക്കുലേറ്റർ, സ്കെയില്, പെൻസിൽ, പേന ഇതെല്ലാം നല്ല ഷാർപ്പൻ ചെയ്തിട്ട്, പേനയാണെങ്കിൽ നല്ല ഒരു പേന കൊണ്ടുപോവുക, പെൻസിൽ ഷാർപ്പൻ ചെയ്ത് കൊണ്ടുപോവുക, ഇറേസർ, സ്കെയില്, കാൽക്കുലേറ്റർ മസ്റ്റായിട്ട് എടുക്കുക. ഇതെല്ലാം കൊണ്ട് പോയി നിങ്ങളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ച പോലെ നിങ്ങൾക്ക് നന്നായിട്ട് എഴുതാനായിട്ട് എങ്ങനെയാണ് എഴുതാൻ പറ്റുക എന്നുള്ള രീതിയിൽ ടൈമെല്ലാം എന്താ പറയുക വാച്ചിലൊക്കെ നോക്കി ടൈമൊക്കെ നന്നായിട്ട് മാനേജ് ചെയ്ത് സ്വസ്ഥമായിട്ട് ഒരു ആൻസർ കിട്ടിയില്ല എന്നാണെങ്കിൽ ഓക്കെ, ഇത് നോർമലാണ്, എല്ലാവർക്കും എല്ലാ ഉത്തരം കിട്ടുന്നില്ല. ഓക്കെ, അത് കുഴപ്പമില്ല, ഒരു ആൻസർ കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിച്ചിട്ട് അടുത്ത ആൻസർ നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ നോക്കുക. പേടിക്കണ്ട. ഓക്കെ, ധൈര്യമായിട്ട് പോയി എക്സാം എഴുതുക, ഹാപ്പി ആയിട്ട് പോയി എഴുതുക. അതേപോലെ തന്നെ ഹാപ്പി ആയിട്ട് തന്നെ എക്സാം കഴിഞ്ഞ് വരാം. നമുക്ക് നോക്കാമെന്നേ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.